ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നാളെ വേൾഡ് കപ്പ് പറഞ്ഞാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് ആരോ ഗോൾഡൻ ബൂട്ട് വിന്നർ എന്ന് നോക്കിയാലോ. ഈ ലിസ്റ്റിൽ ഇഷ്ടം പോലെ പേരെ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ആകെ 5 പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അത് നോക്കുന്നതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. ആരോ വേൾഡ് കപ്പ് വിജയിക്കാൻ ആർക്കൊക്കെയാണ് സാധ്യത കൂടുതലെന്ന് അതൊന്ന് കണ്ടുനോക്കണേ. ആ വീഡിയോ കണ്ടുനോക്കിയിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമ്മൾ ഈ ലിസ്റ്റിലേക്ക് നോക്കാം. ഈ ലിസ്റ്റിൽ നോക്കുമ്പോൾ നമ്മൾ എന്തായാലും ഏതിൽ ലിസ്റ്റ് എടുത്താലും കളിച്ച എല്ലാ വേൾഡ് കപ്പിലും ഗോൾഡൻ ബൂട്ട് വിന്നർ ആവാൻ ചാൻസ് ഉള്ള ഒരേ ഒരു പ്ലെയർ ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയാണ്. അപ്പോൾ നമ്മൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒബ്വിയസ്ലി 5ാം സ്ഥാനത്തുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ. പ്രായത്തിൻ്റെ ഒരു ഫാക്ടർ മാറ്റി വെച്ചാൽ ബാക്കിയെല്ലാം കൊണ്ട് അണ്ണൻ സെറ്റാണ്. അണ്ണന് ബാക്കിയുള്ള വേൾഡ് കപ്പ് പോലെയല്ല. ഈ കൊല്ലം സൂപ്പർ മിഡ്ഫീൽഡുണ്ട്, ടീമുണ്ട്. അതായത് വേൾഡ് കപ്പ് ചാമ്പ്യനാകാനുള്ള ടീമുണ്ട് അവർക്ക്. അതിൻ്റെ കൂടെ ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന ഗോൾ മെഷീനും കൂടി ചേർന്നാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. റൊണാൾഡോ തന്നെയാണ് 5ാം സ്ഥാനത്തുള്ള ആൾക്ക് തന്നെ കിട്ടാൻ നല്ല ചാൻസ് ഉണ്ട്. അണ്ണന് കളിക്കാൻ കൂടി ടൈം കോച്ച് കൊടുത്താൽ സെറ്റാണ്. പിന്നെ ഗോൾ മഴ ഉറപ്പാണ്. അപ്പം നമുക്കിനി അടുത്തതാരാണ് നോക്കാം. അടുത്തതെന്ന് പറയണത് സ്പെയിൻ്റെ മൈക്കർ ഒബർസായി എന്ന് പറഞ്ഞത് അവരുടെ സെൻട്രൽ സ്ട്രൈക്കറാണ്. അവരുടെ വണ്ടർക്കിട്ടായിട്ടുള്ള ലാമിയമാലായിട്ടുള്ള കോമ്പിനേഷൻ ഒന്ന് വർക്കായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ എതിരാളികൾക്കും തലവേദനയായിരിക്കും. പിന്നെ ഗോൾ മഴനെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആളാണ് 4ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ നമുക്കിനി അടുത്ത 3ാം സ്ഥാനത്തുള്ള ആരോ നോക്കാം. 3ാം സ്ഥാനത്തുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഗോൾ മെഷീനായിട്ടുള്ള എർലിംഗ് ഹാലൻഡ് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ബോൾ എത്തിക്കാനുള്ളൊരു മിഡ്ഫീൽഡ് അവർക്കില്ല. കാലങ്ങൾക്ക് ശേഷമാണ് തോന്നുന്നു അവർക്ക് വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ കിട്ടണേ. അവരെങ്ങാനും ഹാലൻഡിൻ്റെ കാലിൽ ബോൾ എത്തിച്ചാൽ പിന്നെ പിടിച്ചാൽ കിട്ടില്ല, ഗോൾ മഴ തന്നെ. അതായത് ബോക്സ് പ്ലെയർ എന്ന് പറഞ്ഞാൽ ഹാലൻഡ് തന്നെയാണ്. ഹാലൻഡിൻ്റെ ഫിസിക്കും എല്ലാം കൊണ്ട് സെറ്റാണ്. നമുക്കിനി അടുത്ത നോക്കാം. അടുത്ത ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയ്ൻ തന്നെയാണ്. ഹാരി കെയ്ൻ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ആളുടെ ഗോളടി ആർക്കും ഡൗട്ടില്ല. ഒന്നാമതേ ടുഷേലിൻ്റെ കീഴിൽ അവർ സൂപ്പറായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ലാസ്റ്റത്തെ 2 കളി തോറ്റെങ്കിലും അടിപൊളിയായിട്ടാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നുവെച്ചാൽ ഗോൾ അവർക്ക് സൂപ്പറായിട്ടുള്ള മിഡ്ഫീൽഡും ഉണ്ട്, സ്ട്രൈക്കിങ്ങും ഉണ്ട്, എല്ലാം സെറ്റാണ്. അതുകൊണ്ട് അവരടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഹാരി കെയ്ൻ തന്നെ തൂക്കാനും ചാൻസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമുക്കിനി 1ാം സ്ഥാനത്തുള്ള ആരെന്ന് നോക്കിയാലോ. 1ാം സ്ഥാനത്തുള്ള ആളെ നിങ്ങൾ ഇപ്പം തന്നെ ഗസ് ചെയ്തിട്ടുണ്ടാവും. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പിൽ കാണിച്ച പെർഫോമൻസ് വേൾഡിനെ തന്നെ പിടിച്ച് കുലുക്കാന്നറിയില്ലേ, അമ്മാതിരി പെർഫോമൻസ് ചെയ്യുന്ന ആൾ ഫൈനലിൽ കാണിച്ചു വെച്ചത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അർജൻറ്റീന വിറച്ചു പോയി, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഫ്രാൻസിൻ്റെ സ്വന്തം കിലിയൻ എംബാപ്പെ. ആ ചങ്ങായി സീൻ കളിയാണ്. ഇത്രയും ഒന്നാം തന്നെ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ആൾക്ക് ഭ്രാന്ത. ആൾ വേൾഡ് കപ്പിൽ ഒരു കിടിലൻ പെർഫോമൻസാണ്. ആളെല്ലാവർക്കും ഒരു തലവേല കേട്ടോ. ഇപ്രാവശ്യവും ഗോൾഡൻ ബൂട്ട് തൂക്കാൻ എംബാപ്പയ്ക്ക് തന്നെയാണ് നല്ല ചാൻസ്. വേറെ ആര് വന്നാലും എംബാപ്പയുടെ തട്ട് താഴെ തന്നെ വയ്ക്കും. അമ്മാതിരി കളിയാണ് ചങ്ങായിക്കുള്ള. പിന്നെ ആൾക്ക് ബോൾ എത്തിക്കാൻ പറ്റിയ സൂപ്പറായിട്ടുള്ള പ്ലേയേഴ്സും ഉണ്ട്. അതായത് അവരുടെ ടീം സെറ്റാണ്. അവർക്ക് എല്ലാത്തിനും ബാക്കപ്പ് ഉണ്ട്. ഉസ്മാൻ ഡെമ്പലെ കിലിയൻ എംബാപ്പെ കോമ്പിനേഷൻ വർക്കായി കഴിഞ്ഞാൽ പിന്നെ പറയണ്ട, ഗോൾ മഴ തന്നെ നമുക്ക് കാണാം. എംബാപ്പെ തന്നെ തൂക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം എങ്ങനെയുണ്ട് ഫ്രണ്ട്സ്? നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.